കേരളത്തിന്റെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ സഖാവ് തോമസ് ഐസക് വഹിച്ച പങ്ക് ചരിത്രമാണ്. നിയോജക മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ശാസ്ത്രീയമായി മനസ്സിലാക്കി പരിഹരിക്കാൻ കഴിവുള്ള പ്രഗത്ഭ വ്യക്തിയാണ് സഖാവ് തോമസ് ഐസക് എന്ന് അദ്ദേഹത്തെ പരിചയമുള്ള ആർക്കും വ്യക്തമാണ്. അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമായി ഭാവിയിൽ മാറണമോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. എന്തെന്നാൽ ഇന്ന് നമ്മെ ഭരിക്കുന്ന BJP ഉൾക്കൊള്ളുന്ന സംഘപരിവാറിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ്. സംഘപരിവാറിന്റെ ഈ അജണ്ടയെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ശക്തമായി പ്രതിരോധിച്ചത് ഇടതുപക്ഷമാണ്. ആശയപരമായ ഉറപ്പോടെയും പ്രത്യയശാസ്ത്രപരമായ ദാർഢ്യത്തോടെയും. അതിനാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് തോമസ് ഐസക്കിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.